സതീഷിന്റെ നേതൃത്വത്തിലുള്ള UDF സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉൾപ്പെടെ 21 മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്തു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ആദ്യം മുഖ്യമന്ത്രി VD സതീശനാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. തുടർന്ന് PK കുഞ്ഞാലിക്കുട്ടി, രമേശ് ചെന്നിത്തല തുടങ്ങി മറ്റുള്ള മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. CP ജോണും ഷിബു ബേബി ജോണും സഗൗരവം സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ മുഖ്യമന്ത്രി VD സതീശനടക്കം മറ്റ് മന്ത്രിമാർ ദൈവനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, പ്രിയങ്ക ഗാന്ധി, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തുടങ്ങി പതിനായിരങ്ങൾ ചടങ്ങിന് സാക്ഷികളായി. വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തതയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യും. PK കുഞ്ഞാലിക്കുട്ടി എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയെയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ, സൃഷ്ടാവിൻ്റെ നാമത്തിൽ സത്യം ചെയ്തു. PK കുഞ്ഞാലിക്കുട്ടി. I, K. Muralidharan, do swear in the name of God that I will bear true faith and allegiance to the Constitution of India as by law established, that I will uphold the sovereignty and integrity of India, that I will faithfully and conscientiously discharge my duties as a Minister of the State of Kerala, and that I will do right to all manner of people in accordance with the വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർ ചേരുന്നു. ആന്റണി, അങ്ങനെ VD സതീശന്റെ സർക്കാർ അധികാരമേറ്റിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് പുതിയ സർക്കാരാണ് അധികാരം ഏൽക്കുന്നത്. പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങ് പൂർണ്ണമായിരിക്കുകയാണ്. ഇനി ടീം VDS ആയിരിക്കും ഇനി കേരളത്തെ ഭരിക്കുന്നത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? തീർച്ചയായും സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ്. മന്ത്രിമാരെല്ലാം ലോക് ഭവനിലേക്ക് പോയിരിക്കുകയാണ്. അവിടെ ഇപ്പോൾ ഗവർണറുടെ ചായ സൽക്കാരം, മന്ത്രിമാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കുമുള്ള ചായ സൽക്കാരം നടക്കുകയാണ്. അതിനുശേഷം മന്ത്രിമാർ സെക്രട്ടേറിയറ്റിലേക്ക് എത്തും. അതിനുശേഷമായിരിക്കും UDF സർക്കാരിൻ്റെ ആദ്യ ക്യാബിനറ്റ് യോഗം, VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള ആദ്യ മന്ത്രിസഭാ യോഗം ചേരുക. ഏതായാലും UDF കഴിഞ്ഞ 10 വർഷങ്ങൾക്ക് ശേഷമാണ് അധികാരത്തിലേക്ക് തിരിച്ചെത്തുന്നത്. അതിൻ്റെ എല്ലാ പ്രൗഢിയും ഉള്ള ഒരു ചടങ്ങ് തന്നെയായിരുന്നു ഇന്ന് സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്നത് എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞ ഒരു കാര്യമെന്ന് പറയുന്നത്. ഇന്നലെ മുതൽ തന്നെ ഈ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനായി പതിനായിരങ്ങൾ ഈ തിരുവനന്തപുരത്തേക്ക് എത്തിയിരുന്നു. രാവിലെ മുതൽ തന്നെ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയം നിറയുന്ന ഒരു സാഹചര്യമുണ്ടായി. ഏതായാലും ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിന് ആവേശം പകർന്ന് ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉണ്ടായിരുന്നു, പ്രിയങ്ക ഗാന്ധി MP ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, അതുപോലെ തന്നെ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക, തെലങ്കാന, ഹിമാചൽ പ്രദേശ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എന്നിവരും ഈ ചടങ്ങിന് പങ്കെടുക്കാൻ എത്തിയിരുന്നു. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാഴ്ച, അത് ഈ വേദി അതൊരു രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഒരു ഒരുമയുടെ വേദി കൂടിയായി എന്നുള്ളതാണ്. അവിടെ പ്രതിപക്ഷത്തിൽ നിന്ന് ഈ നിയമസഭയുടെ നിയുക്ത പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, അതുപോലെ തന്നെ
CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, CPIഎമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ, അങ്ങനെ പ്രതിപക്ഷ നിരയിൽ നിന്നുള്ള നേതാക്കളും ഈ ചടങ്ങിന് സാക്ഷികളായി അവരും വേദിയിലുണ്ടായിരുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഏതായാലും നിരവധി ലക്ഷക്കണക്കിന് ആളുകളെ സാക്ഷി നിർത്തിക്കൊണ്ട് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത് മുഖ്യമന്ത്രി VD സതീശനാണ്. VD സതീശന് ഗവർണർ രാജേന്ദ്ര അർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. അദ്ദേഹം ദൈവനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത് എന്നുള്ളൊരു പ്രത്യേകത കൂടി ഉണ്ട്. തൊട്ടു പിന്നാലെ മന്ത്രിസഭയിലെ രണ്ടാമനായ PK കുഞ്ഞാലിക്കുട്ടി, അതിനു പിന്നാലെ രമേശ് ചെന്നിത്തല, അങ്ങനെ ഓരോ മന്ത്രിമാരായി അവസാനം OJ ജനീഷാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ഇതിൽ മന്ത്രിമാരായ CP ജോൺ, CMP നേതാവായുള്ള CP ജോൺ, അതുപോലെ തന്നെ RSPയുടെ നേതാവായിട്ടുള്ള ഷിബു ബേബി ജോൺ, ഇരുവരും ദൈവനാമത്തിലല്ല സത്യപ്രതിജ്ഞ ചെയ്തത്. അവർ സഗൗരവമാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. മറ്റുള്ള ഈ രണ്ടുപേരൊഴികെ മറ്റെല്ലാവരും ദൈവനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത് എന്നുള്ളതാണ്. ഏതായാലും നമുക്കറിയാവുന്നതുപോലെ ഈ മന്ത്രിസഭ വളരെ ഒരു പുതുമകളുള്ള ഒരു മന്ത്രിസഭ തന്നെയാണ്. മുഖ്യമന്ത്രി VD സതീശൻ, അദ്ദേഹം തന്നെ മന്ത്രി എന്ന നിലയിൽ ഒരു പുതുമുഖമാണ്. അതുകൂടാതെ 14ഓളം പുതുമുഖങ്ങൾ ഈ മന്ത്രിസഭയിലുണ്ട്. ആദ്യമായി OJ ജനീഷ് അടക്കം ജയിച്ച ഉടനെ മന്ത്രിയാകുന്ന ആളുകളുണ്ട്. അതുപോലെ ലിജു, അതുപോലെ തന്നെ അങ്ങനെ 14ഓളം മന്ത്രിമാർ ഇതിൽ പുതുമുഖങ്ങളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. അങ്ങനെ പുതുമുഖങ്ങളെയും യുവജനങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു മന്ത്രിസഭയാണ് അധികാരമേറ്റിട്ടുള്ളത്. മാത്രമല്ല ഏതാണ്ട് 6 പതിറ്റാണ്ടിന് ശേഷമാണ് സംസ്ഥാനത്ത് UDF ഒരു മുഴുവൻ മന്ത്രിസഭയും ഒരുമിച്ച് ചുമതല ഏറ്റെടുക്കുന്നത് എന്നുള്ളൊരു പ്രത്യേകത കൂടി ഈ മന്ത്രിസഭയ്ക്കുണ്ട് എന്നുള്ളതും പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഏതായാലും ആ ചടങ്ങ് വളരെ മനോഹരമായി തന്നെ നടന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സ്റ്റേഡിയത്തിനകത്ത് 10,000ങ്ങൾ ഉണ്ടായിരുന്നു. 3 പന്തലുകൾ, അവിടെ ആ പന്തലിൽ ഇരിക്കാൻ 25,000-ഓളം പേർക്കുള്ള സൗകര്യമാണ് ഒരുക്കിയിരുന്നത്. സെൻട്രൽ സ്റ്റേഡിയത്തിന് ചുറ്റും ആ പന്തലിന് പുറത്തും നിരവധി ആളുകൾ ഉണ്ടായിരുന്നു. സ്റ്റേഡിയത്തിന് പുറത്തും നിരവധി ആളുകൾ, ഈ പാസ്സൊന്നും കിട്ടാതിരുന്ന നിരവധി ആളുകൾ അവരും അവിടെ കാത്തു നിന്നിരുന്നു. നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ LED സ്ക്രീനുകൾ ഈ പരിപാടി നേരിട്ട് കാണാനായി ഒരുക്കിയിരുന്നു. കനത്ത സുരക്ഷയായിരുന്നു. കാരണം പ്രമുഖരായ നേതാക്കളൊക്കെ, വലിയ സുരക്ഷയുള്ള നേതാക്കളൊക്കെ പങ്കെടുക്കുന്ന ഒരു ചടങ്ങാണ്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം നഗരം കടുത്ത സുരക്ഷയിലാണിപ്പോൾ. ഇനിയിപ്പോൾ 4 മണി വരെ നഗരത്തിൽ ഗതാഗത നിയന്ത്രണവും തുടരുന്നുണ്ട്. ഏതായാലും ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് പൂർത്തിയായി. ഏതാണ്ട് 1.5 മണിക്കൂറോളം ആ സത്യപ്രതിജ്ഞാ ചടങ്ങ് നീണ്ടു നിന്നു. ആ സത്യപ്രതിജ്ഞാ ചടങ്ങ് തീർന്ന ശേഷം മന്ത്രിമാർക്കെല്ലാം അവർക്ക് അനുവദിച്ച ഔദ്യോഗിക വാഹനങ്ങളിലാണ് കുടുംബങ്ങളോടൊപ്പം ഇപ്പോൾ രാജ്ഭവനിലേക്ക് പോയിരിക്കുന്നത്. ലോക് ഭവനിലേക്ക് പോയിരിക്കുന്നത്. ലോക് ഭവനിൽ ഇപ്പോൾ ചായ സൽക്കാരം നടക്കുകയാണ്. ഉടൻ തന്നെ മന്ത്രിമാർ സെക്രട്ടേറിയറ്റിലേക്ക് മടങ്ങിയെത്തി. മുഖ്യമന്ത്രി VD സതീശൻ്റെ നേതൃത്വത്തിൽ, കേരളത്തിൻ്റെ 13ാമത് മുഖ്യമന്ത്രിയാണ് VD സതീശൻ. അങ്ങനെ VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള ആദ്യ മന്ത്രിസഭാ യോഗം ചേരുമ്പോൾ എന്തൊക്കെ പ്രഖ്യാപനങ്ങളാണ് കാത്തുവച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. നമുക്കറിയാം, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഘട്ടത്തിൽ, അതിൻ്റെ പ്രചാരണ ഘട്ടത്തിൽ ഇന്ദിരാഗാന്ധി എന്ന സ്കീമിലൂടെ നിരവധി പ്രഖ്യാപനങ്ങൾ അവർ നടത്തിയിരുന്നു. അതിൽ സുപ്രധാനമായ പ്രഖ്യാപനങ്ങൾ ഈ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ അത് നടപ്പാക്കുന്നത് സംബന്ധിച്ചുണ്ടാകുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു. ഏതായാലും അത്തരമുള്ള പ്രഖ്യാപനങ്ങൾ ഈ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാകുമോ എന്നുകൂടിയാണ് അറിയേണ്ടത്. ആന്റണി, അതുപോലെ തന്നെ നമുക്ക് അറിയാം, ഇനിയിപ്പോൾ അടുത്ത മാസം സ്കൂൾ തുറക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു കാലവർഷം അടക്കമുള്ള സാമ്പത്തിക പ്രതിസന്ധി അടക്കമുള്ള നിരവധി കാര്യങ്ങളാണ് ഈ ഒരു പുതിയ സർക്കാരിന് മുന്നിലുള്ളത്. ഈ ഒരു വെല്ലുവിളികൾ എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഇത്രയും വലിയ ഒരു കടമ്പകൾ തന്നെയാണ് ഇവരുടെ മുന്നിലുള്ളത്. ഇതെല്ലാം ഈ ഒരു പുതിയ സർക്കാർ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നത് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്, അല്ലേ? തീർച്ചയായും അത് തന്നെയാണ്. ഇനിയിപ്പോൾ വളരെ കുറച്ച് സമയമാണ്. ഏതായാലും കഴിഞ്ഞ ദിവസം SSLCയുടെ ഫലം പ്രസിദ്ധീകരിക്കുന്ന ഘട്ടത്തിൽ പറഞ്ഞിരുന്നത് പാഠപുസ്തകത്തിൻ്റെ അച്ചടിയൊക്കെ പൂർത്തിയായിട്ടുണ്ട്. അതിൻ്റെ വിതരണമൊക്കെ അടുത്ത ആഴ്ചയോടുകൂടിയൊക്കെ പൂർത്തിയാക്കാൻ കഴിയും എന്നുള്ളതാണ്. മഴക്കാല പൂർവ്വ ശുചീകരണം അടക്കമുള്ള കാര്യങ്ങളുണ്ട്. ഏതായാലും തദ്ദേശ സ്വയംഭരണ വകുപ്പുകളടക്കമുള്ള ആ വിഭജനങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ വളരെ കുറച്ച് സമയമാണ് ഉള്ളത്. ധനവകുപ്പിനെ സംബന്ധിച്ച് ഇനിയിപ്പോൾ ആദ്യ ബജറ്റ് അവർ 29-ന് അവതരിപ്പിക്കും. മുഖ്യമന്ത്രി തന്നെയാണ്
ധനവകുപ്പും നോക്കുന്നത്. ഏതായാലും വെല്ലുവിളികളുണ്ട്, അത് വി ഡി സതീശൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. സാമ്പത്തികമായ പ്രതിസന്ധികളുണ്ട്. എ.കെ. ആന്റണിയെ കാണാൻ ചെന്നപ്പോൾ അദ്ദേഹം വി ഡി സതീശനോട് പറഞ്ഞു, ആദ്യത്തെ ഒരു 6 മാസമൊക്കെ മുണ്ടുമുറുക്കി മുന്നോട്ട് പോകേണ്ട സാഹചര്യമാണെന്നുള്ളതാണ് അന്ന് എ.കെ. ആന്റണി പറഞ്ഞത്. ഏതായാലും ഈ സാമ്പത്തിക പ്രതിസന്ധി ഒക്കെ നിലനിൽക്കുന്നു ഘട്ടത്തിൽ കൂടി, അല്ലെങ്കിൽ ഈ പ്രതിസന്ധി കേന്ദ്രം ഫണ്ടുകൾ നൽകാത്ത സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് ഈ വിദ്യാഭ്യാസ മേഖലയിൽ PM ശ്രീ ഒപ്പിടാതെ ഫണ്ടൊന്നും നൽകില്ല എന്ന നിലപാടിലാണ്. SSAയുടെ ഫണ്ടൊക്കെ അവിടെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ആ ഫണ്ടൊക്കെ ഈ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടാതെ കിട്ടില്ല എന്നുള്ളതാണ്. ഏതായാലും അത്തരം അതിനെയൊക്കെ എങ്ങനെ മറികടന്ന് പോകും എന്നുള്ളതും ഒരു ചോദ്യമാണ് ഈ സർക്കാരിന് മുമ്പിലുള്ളത്. അതുപോലെ തന്നെ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഫണ്ടുകൾ അതും കൃത്യമായി കിട്ടാത്തൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അതെല്ലാം എങ്ങനെ വാങ്ങിയെടുക്കും എന്നുള്ളൊരു ചോദ്യം ഈ സർക്കാരിന് മുന്നിൽ ഉണ്ട്. അതുപോലെ തന്നെ ഈ തനത് വരുമാനമൊക്കെ വർദ്ധിപ്പിക്കുക എന്നുള്ളതും ഇതിന് ഈ പ്രതിസന്ധി മറികടക്കാൻ, അതായത് ഈ നികുതി വരുമാനമൊക്കെ ഉണ്ട്, നമ്മൾ പലതരത്തിലുള്ള നികുതികൾ, തനത് നികുതികൾ, അത് കൂടുതലായി പിരിച്ചെടുക്കുന്നത്, അതിന് കൂടുതൽ ഊർജിതമാക്കുന്ന നടപടികളൊക്കെ ധനവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. അപ്പോൾ അത്തരം നടപടികളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത തന്നെയാണ്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഗവർണറുടെ ചായ സൽക്കാരമാണ്. രാജ്ഭവനിലെ ഹാളിൽ അവിടെ മുഖ്യമന്ത്രി വി ഡി സതീശൻ, അതുപോലെ തന്നെ മണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളടക്കമുള്ള ആളുകളുണ്ട്, മറ്റ് മന്ത്രിമാരടക്കമുള്ളവരുമുണ്ട്. ഏതായാലും ആ ചടങ്ങ് അവിടെ പുരോഗമിക്കുകയാണ്. ഏതായാലും നമ്മൾ പറഞ്ഞു വന്നത് ചില ഇത്തരത്തിൽ വെല്ലുവിളികൾ സർക്കാരിന് മുന്നിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഉള്ള ഒരു കാര്യം. ആരോഗ്യ മേഖലയെ സംബന്ധിച്ചും വിവിധ രംഗങ്ങളിൽ ചില പ്രതിസന്ധികളൊക്കെ ഇനിയിപ്പോൾ പുതിയ സർക്കാർ വന്ന് ചേർക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഏതായാലും അത്തരം കാര്യങ്ങളൊക്കെ പരിഹരിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് അവർ കരുതുന്നത്. ഈ മുഴുവൻ പൂർണ്ണ മന്ത്രിസഭയെ രൂപീകരിക്കുന്നതിലൂടെ അതെല്ലാം സാധ്യമാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഏതായാലും നിലവിൽ ഈ പ്രതിസന്ധി മറികടക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസം തന്നെയാണ് വി ഡി സതീശന് ഉള്ളത്. ഏതായാലും അത് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുകയും ചെയ്യും. എങ്ങനെയായിരിക്കും ഈ സർക്കാരിൻ്റെ പ്രവർത്തനം എന്നുള്ളതൊക്കെ വരും നാളുകളിൽ മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഏതായാലും ഇപ്പോൾ ഒരു പുതിയ തുടക്കം, സംസ്ഥാനത്തിന് പുതിയൊരു തുടക്കം 10 വർഷത്തിന് ശേഷം UDF അധികാരത്തിലേക്ക് മടങ്ങിയെത്തുമ്പോൾ അതിൻ്റെ ആദ്യ മന്ത്രിസഭാ യോഗത്തിലെ പ്രഖ്യാപനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് എല്ലാവരും. ഏതായാലും ഇപ്പോൾ മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാർ രാജ്ഭവനിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറിൻ്റെ ചായ സൽക്കാരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ശരി, അങ്ങനെ ഇനി കേരളത്തെ ടീം VDS ആയിരിക്കും നയിക്കുക. VD സതീഷിന്റെ നേതൃത്വത്തിലുള്ള UDF സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുകയാണ്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉൾപ്പെടെ 21 മന്ത്രിമാരാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ആദ്യം മുഖ്യമന്ത്രി VD സതീശനാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. തുടർന്ന് PK കുഞ്ഞാലിക്കുട്ടി, രമേശ് ചെന്നിത്തല തുടങ്ങി മറ്റുള്ള മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. CP ജോണും ഷിബു ബേബി ജോണും സഗൗരവം ആണ് സത്യപ്രതിജ്ഞ ചെയ്തത്. എന്നാൽ മുഖ്യമന്ത്രി VD സതീശൻ അടക്കമുള്ള മറ്റ് മന്ത്രിമാർ ദൈവനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, പ്രിയങ്ക ഗാന്ധി, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ, BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തുടങ്ങി 10,000-ങ്ങളാണ് ചടങ്ങിന് സാക്ഷികളായത്. ആന്റണി ജിസ് ജോർജാണ് വിവരങ്ങൾ നൽകിയത്.